பொதுவாக நம்முடைய வாழ்க்கையை பற்றி ஒரு சிலருக்கு என்ன கருத்து இருக்குன்னா, விதிக்கப்பட்டது வாழ்க்கை, இதை நீங்கள் மாற்ற முடியாது. எது உங்களுக்கு எழுதிருக்கோ அதை நீங்கள் அனுபவிச்சாகணும். நீங்கள் பிறக்கும் போதே உங்களுக்கு ஜாதகம் எழுதியாச்சு அப்படின்றாங்க. பட் இந்த ஜோசியத்தை பார்க்கறதுனால என்ன பலன்? ജ്യോതിഷത്തെ പാക്കുന്നത് എന്നാന്ന് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് വിധി എന്നുള്ളത് ആരിനാലും തടുക്ക മുടിയാതെ. ഈ വിധി എന്നുള്ളത് എപ്പടി சொல்லுனதுன்னு கேட்டால், இப்போ நம்ம வந்துட்டு இந்த பையனுக்கு காதலிச்சு கல்யாணம் பண்ணறதுக்கு யோகம் இருக்குது, അല്ലെങ്കിൽ இந்த வயசில் அந்த பையனுக்கு உயிர் சேதம் வர்றதுக்கு யோகம் இருக்குது, அது சாஸ்திரத்தில் முன்னாடி தெரியும். അപ്പോൾ ചിലത് വന്നിട്ട് ഇപ്പോൾ അഷ്ടമാധിപതി കേന്ദ്രേ അഷ്ടമേ പാപസംയുക്തേ ലഗ്നേശേ ബലവർജിതേ ഇപ്പടി വന്നു കഴിഞ്ഞാൽ അത് അഷ്ടമാധിപൻ കേന്ദ്രത്തിൽ വരിക, 8 പാപഗ്രഹം വരിക, അല്ലെങ്കിൽ ലഗ്നാധിപൻ ബലഹീനനാണ്, ഇത് മൂന്നുമേ சேர்ந்து വന്നിരുന്നാൽ ആ ജാതകം വന്നിട്ട് പിറന്ന് 32 മണി നേരത്തേക്കുള്ള ഉയിർ പോകണം, അല്ലെങ്കിൽ 32ാമത് നാളിൽ ഉയിർ പോകണം, അല്ലെങ്കിൽ 32ാമത് വാരത്തിൽ ഉയിർ പോകണം, അല്ലെങ്കിൽ 32ാമത് മാസത്തിൽ ഉയിർ പോകണം, അല്ലെങ്കിൽ 32ാമത്തെ വയസ്സിൽ ഉയിർ പോകണം എന്നാണ് ശാസ്ത്രം. ശങ്കരാചാര്യർക്ക് അന്ത 32 വയസ്സ് தான் இல்லையா? അപ്പോൾ ആ ദ്വാത്രിംശത്ത് യോഗം എന്നുള്ളൊരു ഫലം இருக்குது. ആ ഫലം വിധിതാണ്. പക്ഷെ ആ വിധിനെ നമ്മൾ തടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരു മാരേജ് ചെയ്യണം. ആ മാരേജ് ചെയ്യുമ്പോൾ ഒരു മംഗല്യഭാഗ്യമുള്ള പെണ്ണിനെ കല്യാണം പണ്ണുമ്പോൾ ആ മംഗല്യം ഈ ഉയിരിനെ കാപ്പാത്ത മുടിയും എന്നുള്ളതാണ് തരുന്നത്. അപ്പോൾ അതിനെവിടെ വിധി എന്ന് പറയാനില്ല. അവിടെ വന്നിട്ട് ഇത് ആ മംഗല്യഭാഗ്യം, ആ താലിഭാഗ്യം ഇരിക്കുമ്പോൾ ആ ഉയിർ സേതം വരാതെന്ന് சொல்லுது. അപ്പോൾ അന്ത സമയത്തിൽ നമുക്ക് കല്യാണം പണ്ണ മനസ്സ് വരാതിരിക്കണം, അല്ലെങ്കിൽ കല്യാണം പണ്ണണ. ഇപ്പോൾ അത് നമ്മളൊരു ഓപ്ഷൻ ചൊല്ലുമ്പോൾ ആ ഓപ്ഷൻ അതേമാതിരി അനുസരിച്ചിട്ടുണ്ടെങ്കിൽ ആ ദോഷത്തിൽ നിന്ന് തപ്പിച്ചിട്ട് വരலாம். അത് തെരിഞ്ഞിട്ടും പണ്ണാമ വരുമ്പോൾ വിധി, അതിനാണ് വിധി എന്ന് പറയുന്നത്.